ഇത്തവണ IPL ശ്രദ്ധേയമായൊരു പ്രകടനമാണ് 14 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശി നടത്തിയത്. ഒരു വെടിക്കെട്ട് സെഞ്ചുറിയും അദ്ദേഹം നേടുകയുണ്ടായി. മാത്രമല്ല സീസണിലെ സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദി സീസൺ അവാർഡും സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശിയാണ്. ഇവർ 7 മത്സരങ്ങൾ കളിച്ചിട്ടാണ് ഈ 252 റൺസ്, അതും 206 സ്ട്രൈക്ക് റേറ്റിൽ വൈഭവ് സ്കോർ ചെയ്തത്. ആ IPL തുടങ്ങിയ സമയത്ത് നമുക്കറിയാം, IPL മുമ്പ് തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. അതായത് 13-കാരൻ വജ്രായുധം എന്ന രീതിയിലൊക്കെ രാഹുൽ ദ്രാവിഡ് അവതരിപ്പിക്കുമെന്ന രീതിയിൽ. പക്ഷെ IPL അദ്ദേഹത്തിന് കളിക്കാൻ അവസരം കിട്ടുമെന്നധികം പ്രതീക്ഷിച്ചതല്ല. പിന്നെ സഞ്ജു സാംസൺ പരിക്കേറ്റ സമയത്ത് ഓപ്പണിംഗ് റോളിലേക്ക് വൈഭവ് സൂര്യവംശി എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അവിടുന്ന് ഇങ്ങോട്ട് അതിന് ശേഷം ഓരോ കൃത്യമായ ഇടവേളകളിൽ വൈഭവ് സൂര്യവംശിനെ കുറിച്ചുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 90 പന്തിൽ 190 റൺസ് അടിക്കുന്നത്. കാരണം ഇനി ഇന്ത്യ അണ്ടർ 19 ടീമിന് വേണ്ടിയിട്ടാണ്, അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് ഈ സീസണിൽ അരങ്ങേറ്റം കുറിച്ച് ആയുഷ് മാത്രം നയിക്കുന്ന ആ ടീമിന് വേണ്ടിയിട്ടാണ് ഇനി വൈഭവ് സൂര്യവംശി കളിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈഭവിൻ്റെ കൂട്ടുകാരൻ അയൻരാജ് ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്നു, 134 പന്തിൽ 327 അടിച്ചു എന്ന രീതിയിലൊക്കെ വന്നു. അത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും വന്നിരിക്കുന്നത് സഞ്ജു സാംസന്റെ ബാറ്റ് വെച്ചിട്ടാണ് വൈഭവ് സൂര്യവംശി സെഞ്ചുറി നേടിയത്. അത് സഞ്ജു തന്നെ അത് വിശദീകരിക്കുന്നത് രാജസ്ഥാൻ റോയൽസും പങ്കുവച്ചിട്ടുണ്ട്, അവർ പോസ്റ്റും ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. അതായത് വൈഭവ് സൂര്യവംശിക്ക് ടീമിനൊപ്പം എത്തിയ സമയത്ത് ആളുകളുടെ, അതായത് മറ്റുള്ള താരങ്ങളുടെ ബാറ്റ് ഒരു ഗിഫ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്ത്. അങ്ങനെ സഞ്ജു ഗിഫ്റ്റായിട്ട് കൊടുത്ത ബാറ്റ് ഉപയോഗിച്ചിട്ടാണ് വൈഭവ് ഗുജറാത്തിനെതിരെ ആ സെഞ്ചുറി അടിച്ചത് എന്നൊക്കെ പല വാർത്തകളും വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള വാർത്ത. ഇതിന് മാത്രമല്ല കേട്ടോ, മനീഷ് ഓജ, വൈഭവ് സൂര്യവംശിയുടെ കുട്ടിക്കാലത്തുള്ള പരിശീലകനായിട്ടുള്ള മനീഷ് ഓജ പറഞ്ഞത് അദ്ദേഹം വൈഭവ് സൂര്യവംശി കളിക്കുന്ന സമയത്ത് പൊട്ടിച്ച് കളഞ്ഞ ബാറ്റുകൾക്ക് കണക്കില്ല എന്നുള്ളതാണ്. ഓരോ മാസം അത്രയും എപ്പോഴും ഒരു അഗ്രസീവ് ഷോട്ട് കളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. അതേ മാതൃക തുടർന്നിട്ട് തന്നെ കളിക്കണം എന്നാണ് എൻരാജും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 13 വയസ്സ് മാത്രമാണ് എൻരാജിന് പ്രായമുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്താണ് യോഗരാജ് സിംഗ്, നമുക്കറിയാം അദ്ദേഹം പല പല പ്രസ്താവനകളും നടത്തുകയും വിവാദങ്ങളൊക്കെ അങ്ങനെ വളരെ അതെ ഒരു പ്രസ്താവനകളൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് വൈഭവിന് ഒരു ടെസ്റ്റ് കളിക്കാൻ കഴിയും, 20 ഓവർ ചിലപ്പോൾ പറ്റുമായിരിക്കും, 50 ഓവർ കളിക്കാൻ പറ്റുമായിരിക്കും. ടെസ്റ്റ് ഒരു 5 ദിവസം സ്ട്രഗിൾ ചെയ്യുക, അതായത് ആ ഒരു കളിക്കളത്തിൽ ചിലവഴിക്കാൻ കഴിയുമോ എന്നുള്ളത്. ഈ രണ്ട് ഇതും കാണുന്ന സമയത്ത് ഒരു വൈഭവ് സൂര്യവംശിക്ക് ഒരു ഓവറായിട്ട് ഒരു ഹൈപ്പ് കിട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ, അതോ തൻ്റെ ആ ഒരു ക്ലാസ്സിന്, ആ ഒരു ഗെയിമിനനുസരിച്ചിട്ടുള്ള സ്റ്റാർഡം തന്നെയാണോ വൈഭവ് സൂര്യവംശിക്ക് കിട്ടുന്നത്? എന്ത് തോന്നുന്നു അതിനെ കുറിച്ചിട്ട്? ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ IPL സംഭവിച്ച കാര്യങ്ങളാണ്. അതിപ്പം സഞ്ജുവിൻ്റെ ബാറ്റ് ഗിഫ്റ്റ് കൊടുത്ത വരെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അതിൽ യാതൊരു കുറ്റവും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ സീസണിൽ രാജസ്ഥാന് ആശ്വസിക്കാൻ അല്ലെങ്കിൽ ഒരു ഓർക്കാനുള്ള ഏക നിമിഷം ഈ വൈഭവിൻ്റെ ഇന്നിങ്സുകൾ മാത്രമാണ്. സെഞ്ചുറി മാത്രമല്ല, 50 ആയാലും ആ 7 മത്സരങ്ങൾ മാത്രമാണ്. വേറെ ഒന്നും അവർക്ക് ഓർത്ത് വെക്കാനില്ല. അപ്പം അവർക്ക് ഇത് വീണ്ടും വൈഭവിനെ കുറിച്ച് പറഞ്ഞ് മാത്രമേ അടുത്ത സീസൺ വരെ പിടിച്ചേക്കാൻ പറ്റും. ആ ഒരു സംശയമില്ല. അല്ലെങ്കിൽ മുൻ സീസണിലെ പോലെ ആയിരുന്നില്ല രാജസ്ഥാൻ റോയൽസ് ഇത്തവണ കളിച്ചത്. സഞ്ജുവിൻ്റെ പരിക്കുണ്ടായാലും പിന്നെ നമുക്കറിയാം പരാഗിൻ്റെയും മറ്റു താരങ്ങളുടെയൊക്കെ ഫോമൗട്ടൊക്കെ ഹെഡ് ബെയറിലൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തതാണ്. അപ്പം ആ വിഷയങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ മാത്രമേ നമ്മളിപ്പം ഈ ലീഗ് കഴിഞ്ഞപ്പം, ഈ സീസൺ കഴിഞ്ഞപ്പം അടുത്ത സീസണിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് രാജസ്ഥാൻ മാത്രമല്ല, ഏത് ടീമും അങ്ങനെയായിരിക്കും. ഈ ഒരു സീസണിൽ കിട്ടിയ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാം. അവർക്കപ്പോൾ ഉയർത്തി കാണിക്കാനുള്ളത് ഈ വൈഭവ് സൂര്യവംശി എന്നുള്ള താരം മാത്രമാണ്. അപ്പോൾ അതിലൊരു എനിക്ക് തോന്നുന്നത് നിശ്ചിത ഇടവേളകളൊക്കെ ഈ സ്റ്റോറികൾ ഇങ്ങനെ വരും, ഡ്രസ്സിംഗ് റൂമിലെ കഥകളൊക്കെ വരും. അതിൽ നമുക്ക് നേരത്തെ തന്നെ ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ ബാറ്റ് കടം ചോദിക്കുന്നതും ഇത് വീഡിയോസൊക്കെ അവർ പുറത്തുവിട്ടിരുന്നു. സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ടൂർണമെൻ്റ് ഇടയിൽ തന്നെ വന്നിരുന്നു. അതിൽ ഏറ്റവും വലിയ പുതിയൊരു സാധനമാണ് ഇപ്പം സഞ്ജുവിൻ്റെ ബാറ്റ് കൊണ്ടാണ് സെഞ്ചുറി അടിച്ചത്. അപ്പോൾ സഞ്ജുവിൻ്റെ താരത്തോടുള്ള സപ്പോർട്ടാവാം, ആ രീതിയിലേക്കായാലും അതെങ്ങനെയും വ്യാഖ്യാനിക്കാം. ആ ചർച്ചകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ മറ്റടക്കുന്നത് ഈ നെറ്റ്സിൽ പിന്നെ പരിശീലന മത്സരത്തിൽ പിന്നെ സെഞ്ചുറി അടിക്കുന്നത്, വെടിക്കെട്ട് ബാറ്റ് എടുക്കുന്നതൊക്കെ അത് ഈ പറഞ്ഞതിൽ അങ്ങനത്തെ മാത്രം വരാറുണ്ടോ എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. പക്ഷേ അല്ല, അതിപ്പോൾ ഈ റീസെന്റ് ആയിട്ട് വരുന്ന ഒരു ട്രെൻഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2-3 IPL-കളായിട്ട് ധോണി സെഞ്ചുറി അടിച്ചു പല വാർത്തകളും വന്നിരുന്നു. അപ്പം ആ ധോണിയൊക്കെ സെഞ്ചുറി അടിച്ചു IPL മുന്നേ നമ്മൾ പുറത്ത് വരുന്ന വാർത്ത വരുമ്പം ഈ ഒരു യുവതാരം 14 വയസ്സുകാരൻ ഈ വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്താൽ അത് വാർത്തയാവും. ഇപ്പോൾ നമുക്കറിയാം ഇപ്പം സോഷ്യൽ മീഡിയ കാലത്ത് എന്തും പിന്നെ ശ്രദ്ധേയമായ ചെറിയ നിമിഷങ്ങൾ പോലും വാർത്തയാവും, എല്ലാവരും അറിയപ്പെടും. അപ്പം പിന്നെ ഈ പരിശീലന മത്സരത്തിലൊക്കെ ഈ താരം സെഞ്ചുറി അടിക്കുന്നത്, ഈ വെടിക്കെട്ട് പ്രകടനം പുറത്തെടുക്കുന്നത് അത് ചർച്ചയാവുന്നില്ല, യാതൊരു സംശയമില്ല. നമ്മൾ പിന്നെ ഇതിന് മുന്നിലുള്ള താരങ്ങൾ, ഇതിഹാസ താരങ്ങളൊക്കെ അവരെ കൗമാരകാലത്തെ പ്രകടനങ്ങൾ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. അവരുടെ ക്ലബ് പിന്നെ സ്കൂൾ ക്രിക്കറ്റിലെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. കാംബ്ലിയുടെയും സച്ചിൻ്റെ ആയാലും റെക്കോർഡുകൾ എപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ ചർച്ചകൾ ഇന്ന് നടക്കുന്നതാണ്. അപ്പം ആ ഒരു ശ്രേണിയിലേക്ക് പിന്നെ ഇപ്പം സൂര്യവംശിനെ ചേർത്ത് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദ്യം ബാക്കിയാണ്. പക്ഷേ
ആ താരം ഇപ്പോൾ കളിക്കുന്ന പ്രകടനം അത് പിന്നെ പരിശീലന മത്സരത്തിലായാലും അണ്ടർ 19-ലായാലും അണ്ടർ 16-ലായാലും ഈ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിൽ നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഇതാക്കണം. പക്ഷേ അതിനെത്രത്തോളം ഈ യോഗരാജിനെ പോലെ താരങ്ങളുടെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിലേക്ക് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള പ്രാപ്തി ആയോ എന്ന് നോക്കുമ്പോൾ അവിടെ നമ്മൾ ഈ ബാക്കിയുണ്ട് 14 വയസ്സുകാരനാണ് ഇപ്പം ടെസ്റ്റ് കളിക്കാൻ പറ്റുമോ ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ടൈമുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ കളിക്കുന്ന നിലവിൽ ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ ഇപ്പം ബോർഡർ ഗവാസ്കർ ട്രോഫി കളിച്ച ഇന്ത്യൻ ടീമിൽ തന്നെ ആയാലും ആ താരങ്ങളൊക്കെ എപ്പോഴാണ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിച്ചത്, അവരെങ്ങനെയാണ് രഞ്ജിയിൽ കളിച്ചത്. രഞ്ജിയിൽ ഇപ്പോൾ ഈ ബീഹാർ ടീമിന് വേണ്ടിയിട്ട് പിന്നെ മുംബൈക്കെതിരാണ് തോന്നുന്നു അരങ്ങേറ്റം കുറിച്ചത്. 12-ാം വയസ്സിലാണ് അരങ്ങേറ്റം കുറിച്ചത്. അവിടെ തുടങ്ങിക്കഴിഞ്ഞ താരമാണ്. അപ്പം അദ്ദേഹത്തിന് ടൈം ഇഷ്ടംപോലെയുണ്ട്. ഈ മറ്റു താരങ്ങളെ വെച്ച് നോക്കുമ്പോഴേക്ക് ഏകദിന ക്രിക്കറ്റിലും T20 വെടിക്കെട്ട് പ്രകടനം അദ്ദേഹം വരുന്ന IPL സീസണിലൊക്കെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഫോം ഇങ്ങനെ ആയിരിക്കും നമുക്ക് കണ്ടറിയണം. പക്ഷേ ശ്രദ്ധാകേന്ദ്രം വൈബ് തന്നെയായിരിക്കും. അപ്പം അവിടുന്ന് അദ്ദേഹത്തിന് ടെസ്റ്റിലേക്ക് വരാൻ ടൈം ഇഷ്ടം പോലെയുണ്ട്. യോഗരാജിനെ പോലുള്ളത് യോഗരാജ് നമ്മൾ അധികം യുവരാജിൻ്റെയും ധോണിയുടെയും പ്രശ്നങ്ങളാണ് യുവരാജിൻ്റെ പിതാവായിട്ട് ചർച്ചയിൽ വന്നത്. പക്ഷേ യോഗരാജ് ഒരു മികച്ച പരിശീലനം കൂടിയാണ്. യോഗരാജിനെ പോലുള്ള താരങ്ങളുടെ ചോദ്യങ്ങൾ അത് സൂര്യവംശി പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് സംശയങ്ങളുണ്ടെങ്കിൽ അത് മറികടക്കാനുള്ള ടൈം അദ്ദേഹത്തിനുണ്ട്, അതിന് വരും. അപ്പം ഭാവിയിലേക്ക് നമുക്ക് ഇത് പറയുമ്പോൾ വേറെ താരത്തോടെ പറയണം. പൃഥ്വി ഷാ എന്നൊരു താരത്തെക്കുറിച്ച് നമ്മൾ യുവതാരത്തെ എങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നു, ഇപ്പോൾ ആ യുവതാരം എവിടെയുള്ളതെന്ന് നോക്കേണ്ടതുണ്ട്. പിന്നെ വേറെ താരമാണ് ഉന്മുഖ് ചന്ദ്. ആ ഇന്ത്യൻ ക്രിക്കറ്റിൽ വിരമിച്ചിട്ട് അദ്ദേഹം പോയിട്ട് ഇപ്പം വീണ്ടും അദ്ദേഹം ലോകകപ്പ് നേടിയ താരമായിരുന്നു. ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ എടുത്തുന്ന താരം. പക്ഷേ 21-ാം വയസ്സിലാവും 22 എനിക്ക് തോന്നുന്നു 21-ാം വയസ്സിലാണെന്ന് വയസ്സിന് കൃത്യമായി ഓർമ്മയില്ല. അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിൽ വിരമിച്ചിട്ട് പോയിട്ടാണ് ഇപ്പം വിദേശ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നത്. അവിടെ ഇപ്പോൾ ഫോമിലാണ്. അപ്പം അങ്ങനെ പല പ്രതിഭകൾ നമ്മൾ പ്രതിഭകളെ കൊണ്ട് കളയുന്നതും കണ്ടിട്ടുണ്ട്, പ്രതിഭകൾ വളർന്നു വരുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പോസിറ്റീവായിട്ട് തന്നെ ഈ താരത്തെ വളർന്നു കൊണ്ടാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അടുത്ത ഇപ്പം സച്ചിനെ പോലെ വിരാട് കോഹ്ലിയെ പോലെ അടുത്തൊരു ഇന്ത്യയുടെ ക്രിക്കറ്റിൻ്റെ ഒരു പരിചിതമായിട്ട് സൂര്യവംശി മാറുന്നതിൽ സംശയമൊന്നുമില്ല, മാറാൻ വരുന്നവരാണ്. തീർച്ചയായും. ഇപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് പുതിയൊരു ക്രിക്കറ്റിൻ്റെ ഒരു ക്രിക്കറ്റ് വളരെ വേഗം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഫ്രാഞ്ചൈസി ക്രിക്കറ്റുകൾ ഒരുപാട് സ്ഥലത്ത് വരുന്നു. ഇപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ IPL ഇപ്പോൾ BBL ഒക്കെ ഉണ്ടെങ്കിൽ പോലും IPLൻ്റെ അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേറൊരു ലീഗിനും അങ്ങനെ ക്രിക്കറ്റ് ലീഗിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ IPL ഫ്രാഞ്ചൈസികൾ തന്നെ പല സ്ഥലത്തും പോയിട്ട് ടീമുകൾ എടുക്കുന്നൊരു സമയമാണ്. ഇപ്പോൾ മേജർ ലീഗ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നൈക്ക് മുംബൈ ഉൾപ്പെടെ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് അവിടെ ഫ്രാഞ്ചൈസി ഉണ്ട്. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിലിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിക്കോളസ് പൂരൻ, അതായത് IPL കളിച്ച താരമാണ്. അദ്ദേഹം 29-ാമത്തെ വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. ഫ്രാഞ്ചൈസി ലീഗുകളിലേക്ക് ആണ് ശ്രദ്ധ കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഇതാണ് കാണുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മേജർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ അല്ല MI ന്യൂയോർക്ക് ടീമിനെ, അതായത് മുംബൈ ഫ്രാഞ്ചൈസിയുടെ ടീമിനെ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ യോഗരാജിന്റെ ടെസ്റ്റ് കളിക്കുന്നുണ്ടോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ താരങ്ങൾക്കും ടെസ്റ്റ് കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ടെസ്റ്റ് ടീമിൽ എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പ തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിനൊക്കെ സംബന്ധിച്ച്. ഇപ്പോഴും നമുക്കറിയാം ശ്രേയസ് അയ്യർ പോലുള്ള ഒരു താരം അല്ലാത്തതിന്റെ പേരിൽ അങ്ങനെ ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ മികവ് തെളിയിച്ച ഒരുപാട് താരങ്ങൾ ഇപ്പോൾ വസീം ജാഫറിനെ പോലുള്ള താരങ്ങളൊക്കെ എത്ര കാലം ഇതിൽ കളിച്ചിട്ട് ഉള്ള താരങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ യോഗരാജ് പറയുന്നത് പോലെ വൈഭവ് ടെസ്റ്റിന് ഫോക്കസ് ചെയ്തിട്ട് തൻ്റെ ശൈലിയും ഒക്കെ മാറ്റേണ്ടതുണ്ടോ, അതോ ഇനി ക്രിക്കറ്റിന്റെ ഒരു അടുത്ത ഭാവി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഈ ഒരു ഷോർട്ടസ്റ്റ് ഫോർമാറ്റ് തന്നെയാണ്, ഇങ്ങനെ അതായത് വേഗത്തിൽ പെട്ടെന്ന് കഴിക്കുന്ന ഒരു ഇതാണ്. അതിപ്പോൾ യോഗരാജിന്റെ നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ പിന്നെ ഒരു തലമുറക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റാണ്. ഇപ്പം സൗത്ത് ആഫ്രിക്ക പിന്നെ ചാമ്പ്യന്മാരായപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഫോർമാറ്റിൽ ഏറ്റവും മികച്ചൊരു ഫോർമാറ്റിലാണ് ജയിച്ചിരിക്കുന്നത്. കാരണം ഏകദിനായാലും T20 ആയാലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ടീം ടെസ്റ്റ് ലോകകപ്പ് നേടി തന്നെ തിരിച്ചു വന്നിരിക്കുന്നു പറയുമ്പോൾ. അപ്പോൾ ഒരു തലമുറയ്ക്ക് ഇപ്പോഴും ക്രിക്കറ്റ് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റ് തന്നെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ സൗന്ദര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചോ ആ ഫോർമാറ്റിനെ കുറിച്ചോ യാതൊരു സംശയമില്ല. പക്ഷേ സൈഫ് പറഞ്ഞാൽ തന്നെയാണ് ഇപ്പം ഫോർമാറ്റ് മാറി വരുവാണ്. ഇപ്പം കളി കാണാൻ വേണ്ടി 5 ദിവസം കളി ടിവിയുടെ മുന്നിലിരിക്കുന്ന ആൾക്കാരില്ല. പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ ഇരുന്നിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറയാൻ പറ്റും. ഒരു പക്ഷേ നമ്മുടെ തലമുറയായിരിക്കും ലാസ്റ്റ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്ന കളിയൊക്കെ നമ്മൾ കണ്ടിരുന്നൊക്കെ നമുക്ക് ഇപ്പോൾ അങ്ങനെ കാണുന്നുണ്ടാവില്ല, ഹൈലൈറ്റ് കാണുന്നവരായിരിക്കും. ചിലപ്പോൾ കാണുന്ന ആൾക്കാരുണ്ടോ എന്ന് അറിയില്ല, പക്ഷേ കുറവാണ്, എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. ഏകദിന ക്രിക്കറ്റിന് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ സജീവമായിരുന്നിട്ട് വളരെ ആക്റ്റീവ് ആയിരുന്ന ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് കാണുന്നത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോലത്തെ ഒരു അങ്ങനത്തെ പരമ്പരകൾ മാത്രമാണല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റിന് മാത്രമല്ല ഏകദിനത്തിനും ആ ഒരു കുറഞ്ഞിട്ടുണ്ട്. T20 വന്നിട്ടുണ്ട്. IPL പോലുള്ള ലീഗുകൾക്ക് ആൾക്കാർക്ക് ആ ടൈമിന്റെ ഒരു ഇത് മാത്രമാണ്. ഇപ്പോഴത്തെ നമ്മൾ കാലം മറ്റ് ഇതുമായിട്ട് പറയുമ്പോൾ കാലം മാറാണ്, വേഗതയാണ് എല്ലാം വരുന്നത്. അപ്പം പെട്ടെന്ന് കളി വരുന്നൊരു ലീഗിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു മാറ്റമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിനു വേണ്ടി ടെസ്റ്റിന് വേണ്ടി താരം നിൽക്കണമെന്ന് വെച്ചാൽ അത് താരത്തിൻ്റെ ഓപ്ഷൻ മാത്രമാണ്. ടെസ്റ്റിന് താൻ ഫിറ്റല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതിലേക്ക് എത്തുന്നത് വലിയ കടമ്പയാണ്. അതൊരു വലിയൊരു ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് തന്നെ കാണുന്ന താരങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ശ്രേയസ് അയ്യരായാലും കരുൺ നായർ ഇവരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് അതിലേക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ നിക്കോളാസ് പൂരനെ പറഞ്ഞ പോലെ എന്തിനു വേണ്ടി നിൽക്കുന്നു? ഈ മേജർ ലീഗുകൾ പറയുന്നുണ്ട്, പിന്നെ ഇതുപോലെ ടൂർണമെൻറ്റുകളുണ്ട്, അതിനുവേണ്ടി മാത്രം കളിക്കാൻ വിരമിച്ചു പോകുന്ന താരങ്ങളാണ്. ഇത് ആരോ പറഞ്ഞത് കേട്ട് നമ്മുടെ പുതിയ ഈ പറയുന്ന താരങ്ങള് ഇപ്പൊ ഈ കുട്ടി താരങ്ങൾ ഇപ്പൊ പല താരങ്ങളും അവര് ബാറ്റ് പിടിക്കുന്ന ശൈലി തന്നെ അങ്ങനെ ഒരു തല്ലുക ആക്രമിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് പിടിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിരുന്നത്. അതായത് അവരെ സംബന്ധിച്ച് മറ്റുള്ള ഓപ്ഷനുകളൊന്നും ഇല്ല, എല്ലാ ബോളും ഇത് ചെയ്യും. അപ്പൊ വൈഭവ് സൂര്യവംശിയുടെ ഒക്കെ ആ സെഞ്ചുറി നമുക്ക് കണ്ടറിയാം. കണക്ട് ആയി കഴിഞ്ഞാൽ സിക്സ്, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത കളി അദ്ദേഹം ഡക്കായി മാറുന്നു. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൈദരാബാദിന്റെ ടീമിന്റെ ഒരു പിന്നെ ഇതുകൊണ്ട് പറയേണ്ടത് അവരുടെ ഒരു ശൈലി ഇതായിരുന്നല്ലോ, ആക്രമിച്ച് കളിക്കുക മാത്രമായിരുന്നു. അതിന്റെ വേറൊരു വശമാണ് ആ ടീമിന്റെ ഫ്ലോപ്പ് നമ്മൾ കണ്ടതുമാണ്. അല്ല, ഇത് ഇങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ പരിശീലന മത്സരത്തിൽ 90 പന്തിൽ 190 റൺസ് എടുത്തു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ വരാം. പക്ഷെ ഞാൻ ചിന്തിച്ചത് ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന വാർത്തകളിൽ വൈഭവിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചത് ഒരു കുട്ടിക്കാലത്ത് വൈഭവിന്റെ കോച്ചായിട്ടുള്ള മനീഷ് ഓജ പറഞ്ഞാണ് താരം ബാറ്റുകൾ ഒരുപാട് പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ഒരു അറിയത്തില്ല, അത് നമ്മളിങ്ങനെ ഇപ്പം തല്ലി പൊട്ടിച്ചു എന്നല്ല പറയുന്നത്. അതിന്റെ ശൈലി കണ്ടാൽ നമുക്കറിയാലോ. പക്ഷെ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ശൈലിയും കൊണ്ട് അത്ര ക്രിക്കറ്റിൽ പിടിച്ചേക്കാൻ അതിന് T20 ലോക്കാണ്, യാതൊരു സംശയമില്ല. T20 ക്രിക്കറ്റിന് പറ്റിയ ശൈലിയാണ് ഈ ബാറ്റ് പൊട്ടട്ടെ ബോൾ പൊട്ടട്ടെ. T20 ക്രിക്കറ്റിന് അത് യാതൊരു പ്രശ്നമില്ല. അവിടെ ചിന്തിച്ച് കളിക്കേണ്ടതോ ബോൾ സെലക്ട് ചെയ്ത് കളിക്കേണ്ടതോ വളരെ കുറവാണ്. അവസരങ്ങൾ ഉണ്ടാവില്ല, അല്ല ആ സിറ്റുവേഷൻ അനുസരിച്ച്, പക്ഷേ കുറവാണ്. പക്ഷേ ഏകദിനത്തിലേക്കും പിന്നെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ മാറ്റമാണ്. ആ താരത്തിന് ഈ ഫോർമാറ്റ് ഓഫ് ഫിറ്റെങ്കിൽ ആ താരം ഈ ഫോർമാറ്റിൽ അദ്ദേഹം സൂര്യകുമാർ യാദവിൻ്റെ കാര്യം നമുക്ക് നോക്കാം. T20 ടീമിൻ്റെ നായകനാണ്. ഏതൊരു ടീമിൽ അദ്ദേഹം എത്രത്തോളം കളിച്ചിട്ടുണ്ട്? ടെസ്റ്റ് ടീമിലൊക്കെ അദ്ദേഹം വരുന്നുണ്ടോ? ഇല്ല. ആ സ്കൈ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ നമ്മളിപ്പം പിന്നെ 360 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാക്കുന്നു. ഇപ്പം നമ്മുടെ T20 ലോകകപ്പിൽ കളിക്കാൻ പോകുന്നതൊക്കെ സൂര്യകുമാർ യാദവിന് കീഴിലായിരിക്കും. മുംബൈയിൽ അദ്ദേഹം ക്യാപ്റ്റനിലേയും കൂടി ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ആ താരം ഇപ്പം പിന്നെ ഏത് ക്രിക്കറ്റിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ആ റോൾ എവിടെയാണെന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. അപ്പം ഓരോ താരങ്ങൾ അവർക്ക് അനുയോജ്യമായ ഫോർമാറ്റുകളിൽ കളിച്ച് തെളിയിക്കുന്നു, തിളങ്ങുന്നു. അതങ്ങനെ വോട്ട് ചെയ്യുന്ന കരുതാനേ ഉള്ളൂ അതിൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ രഞ്ജിയിൽ കളിച്ച് ബീഹാറിന് വേണ്ടി 12 വയസ്സ് ഇറങ്ങിയ താരമാണ്. ആ താരം ഇന്ത്യൻ പിന്നെ വൈറ്റ് ഗ്രൂപ്പായി വിടില്ല, അതിൽ സംശയമൊന്നുമില്ല. വരാൻ ടൈമുണ്ട്, വന്നേക്കാം. പക്ഷേ യോഗരാജിനെ പോലുള്ള പിന്നെ പരിശീലകരും ക്രിക്കറ്റ് നിരൂപകരും അത് പറഞ്ഞ് അവർക്ക് അവരുടെ അഭിപ്രായം പറയുകയാണ്. അത് വേറൊരു തലത്തിൽ നമുക്ക് കാണുന്നതേ ഉള്ളൂ. മിക്സ് ആക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിൽ വൈഭവ് സൂര്യവംശിനെ കുറിച്ചുള്ള വാർത്തകൾ ഒരുപാട് പുറത്തു വരും. കാരണം നമ്മൾ പലപ്പോഴായിട്ട് ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതുപോലെ അയൻ രാജു പോലുള്ള പുതിയ താരങ്ങൾ അങ്ങനെ വരികയാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, സൂര്യവംശി, അയൻ രാജു എന്നുള്ള പേരിലേക്കൊക്കെ മാറി പോകുന്നത്. അതെ അതെ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവർ രണ്ടുപേരും ബീഹാറിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് അയൻ രാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈഭവ് എങ്ങനെയാണോ ഇപ്പോൾ പറയുന്ന പ്രാദേശിക ലീഗുകളിലൊക്കെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയിട്ട് ശ്രദ്ധ നേടിയത്, അതേ രീതിയിൽ തന്നെ ഒരു ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള താരങ്ങൾ ഒരുപാട്. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ ആയുഷ് മാത്രനെ പോലുള്ള ഒരു താരം വന്നിട്ട് ചെന്നൈയുടെ ബാറ്റിംഗിൽ വന്നിട്ട് ചെയ്ത്, ഉർവിൽ പട്ടേലിനെ പോലുള്ള താരങ്ങൾ, പുതിയ താരങ്ങൾ മാറ്റം വന്നു. അതെ അതെ, എല്ലാ താരങ്ങളും ഇങ്ങനെ ഇത് ഒരു വേറൊരു ശൈലി, അതായത് T20ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വെടിക്കെട്ട് എന്നുള്ള അത് അതിന്റെ അപ്പുറത്തേക്ക് ഒരു സാധാരണ നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയൊക്കെ ഒരു T20യിലെ ഒരു ആവറേജ് സ്കോർ 220 റൺസ് ഒക്കെ ആവറേജ് സ്കോർ ആയിട്ട് മാറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന മാച്ചുകളിലൊക്കെ പണ്ട് നമുക്കൊരു 200 സ്കോർ എന്ന് പറയുമ്പോൾ കൂറ്റൻ സ്കോർ എന്ന് നമ്മൾ പറയുന്നത്, ഇപ്പൊ 250 ആണെങ്കിലും നമുക്ക് ഒരു കൂറ്റൻ സ്കോർ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. എന്തായാലും വൈഭവിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ അവസാനിക്കില്ല, വാർത്തകൾ പുറത്തു വരും. അത് മാത്രമല്ല, താരത്തിനെ സംബന്ധിച്ച് ഇതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇനിയിപ്പോ ഇംഗ്ലണ്ട് അണ്ടർ-19 ടീമിനെതിരെ അവർക്ക് 5 ഏകദിന മത്സരങ്ങളും 2 ടെസ്റ്റ് മത്സരങ്ങളും കളിക്കാനുണ്ട്. തന്റെ ഭാവിയിലേക്കുള്ള ഇപ്പൊ ഈ കിട്ടിയ ഒരു മികച്ച എൻട്രിയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇതൊരു സ്വപ്നതുല്യമായ എൻട്രി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു എൻട്രി IPL കിട്ടുന്നു, കളിക്കാൻ അവസരം കിട്ടുന്നു, അതായത് ഒക്കെ ആ ഒരു എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അടുത്ത സീസണിൽ തന്റെ ടീമിനെ ഫൈനലിൽ എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോഴത്തെ തന്റെ പെർഫോമൻസിന്റെ ഡബിൾ ഇരട്ടി പെർഫോമൻസ് ആണ് അടുത്ത സീസണിൽ. എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന വെടിക്കെട്ടും ഈ ബാറ്റിംഗും ഇതൊക്കെ കാണുക, അത് തന്നെ ഉള്ളു. അത് ആസ്വദിക്കുക. വൈഭവിനെ കുറിച്ചുള്ള വാർത്തകൾ അത് അതിന്റെ മുറ പോലെ വന്നുകൊണ്ടിരിക്കും.